ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ വേണ്ട സാധാരണ ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വലിയ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ദിവസം എന്നാലും പറയാൻ പറ്റില്ല. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഒരു ഉച്ചയ്ക്ക് ആവാറാകുമ്പോൾ എഴുന്നേറ്റ് വന്നി എന്നിട്ട് ഉച്ചക്കാലത്തെ രാവിലത്തെയും കൂടി ഫുഡ് മിക്സഡായി കഴിക്കണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പിന്നെ ഫുൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തിരിക്കുക. അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും അല്ലാത്ത ദിവസങ്ങളൊക്കെ പോയി എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ഇച്ചിരി പ്രൊഡക്ടിവിറ്റി ആക്കാൻ നോക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റത്തില്ല. വെക്കേഷൻ ആയതുകൊണ്ട് വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താവും ഇല്ലെന്നൊക്കെ. മെയിനായിട്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് മൊമോസ് ഉണ്ടാക്കി കഴിക്കണം. അതാണ് മെയിൻ. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് ഫുഡ് മാത്രം മെയിനായിട്ട് കഴിക്കാൻ അങ്ങനത്തെ പരിപാടി വേറൊന്നും ഇല്ല. നമുക്കിങ്ങനെ കഴിക്കാൻ അങ്ങനെ അതിൽ നിന്നുള്ള ഹാപ്പിനെസ് കിട്ടുക. സ്കില്ലുകളാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കണമില്ല. അകത്താന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റത്തുമില്ല. പുറത്തുനിന്ന് എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ കളകളകളെന്ന് പറഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ? അപ്പോൾ നമുക്ക് വേദന ഇൻട്രോ ഫിനിഷ് ആക്കാം. ഞാൻ ഒരു 9 മണിയൊക്കെ എപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അത്ര മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായി. അല്ലെങ്കിൽ ഞാനൊരു 10 മണി 12 മണി പോകാറില്ല. ഒരു 11 മണി ആ സമയത്തൊക്കെ എഴുന്നേക്കാറ്. ഗൈസ് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ഗൈസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പറയാനില്ലൊന്നും. അപ്പോൾ നല്ല വേഗം തന്നെ വീട്ടിൽ കിടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 50 ആവാറായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. വേഗം തന്നെ വീട്ടിൽ നോക്കാം. അപ്പോൾ ഈ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ എന്തായാലും പുറത്തൊന്ന് വീഡിയോ എടുത്തോണ്ട് ട്രൈപോഡൊക്കെ കൊണ്ടുവന്ന് അകത്ത് വെക്കണമെന്ന് തന്നെ. എന്നിട്ട് ഫുഡ് കഴിക്കണം. ഞങ്ങൾ എത്ര നേരം എഴുന്നേറ്റിട്ട് പക്ഷേ ഇത്ര നേരം ഫുഡ് കഴിച്ചിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. ഒരു 11 മണിയാവാറായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തുന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചോറാണ് കഴിക്കുന്നത്. ഇന്ന് 3 നേരം നമ്മൾ ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ കറി ആയിട്ടുണ്ടായിരുന്നു ഈ ചുമന്ന ജീരയുടെ കറി ഉണ്ടായിരുന്നു. പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള പയറില്ലേ, അതിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. എന്തൊക്കെയോ വൻപയറാ ചെറുപയറാ പരിപ്പ് അങ്ങനെ നടക്കുക മിക്സ്ഡ് ആയിട്ടുള്ളൊരു കറിയായിരുന്നു. പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള അച്ചാറുണ്ടായിരുന്നു. ഇങ്ങനെ ഈന്തപ്പഴം നാരങ്ങ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം റീൽസ് ഉണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പൂൾ മാങ്ങ കഴിക്കണം കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് അവിടെ മോര് സംഭാരം ഇരിക്കണത്. ഇപ്പം ചൂടായതുകൊണ്ട് മിക്ക ദിവസം ഇവിടെ മോര് സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതുകൊണ്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്, ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരമായിട്ട് ഫോണിൽ കുത്തിരിക്കുക അല്ലാണ്ട് പിന്നെ ഫുഡ് കഴിക്കുക, അതല്ലാണ്ട് വേറൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തുതരാം കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിരുന്നു. ബീച്ചിൽ പോയത് ലുലു മാളിലൊക്കെ പോയത് എൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ. അതല്ലാണ്ട് വേറൊരു പരിപാടി ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ടായില്ല. കാരണം വേറെ പണിയൊന്നുമില്ല. എനിക്കറിയില്ല വെക്കേഷനായിട്ട് എന്നിട്ടൊക്കെ ചെയ്ത് കൂട്ടണമെന്ന്. ഒരു പണിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, പണിയില്ലായ്മ അതിരൂക്ഷമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണെന്ന് പറയാം. ചിലപ്പോൾ കിടന്ന് ഉറങ്ങും, വൈകുന്നേരം ആവണവരും കിടന്ന് ഉറങ്ങും പണിയില്ലാഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അങ്ങനെ വേറൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് മൊമോസ് ഉണ്ടാക്കണം അതന്നെ ഉള്ളൂ. ഇന്നത്തെ വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് ഇപ്പോൾ ഒന്നും കഴിക്കില്ല. എന്തായാലും ഇനി വല്ല യൂട്യൂബിലും വല്ല കഥ കേട്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് പ്ലാൻ. പിന്നെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. ഡേ ഇൻ മൈ ലൈഫ് എന്നും പറഞ്ഞാൽ എനിക്ക് എടുക്കുന്നത്. പക്ഷേ ലാസ്റ്റ് അതൊരു വാട്ടേറ്റിനിടെ മാതിരിയായി പോകും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആവരുതെന്ന്. പക്ഷേ എനിക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് തോന്നുന്നത് ശരിക്കും ഒരു വാട്ടേറ്റിനിടെ മാതിരിയായി പോകുന്നുണ്ടല്ലോ എന്നൊരു സംശയം. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് സ്കിൻ കെയർ ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ വാട്ടേറ്റിനെ ആവില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ക്യാപ്ഷൻ കൊടുത്താൽ അങ്ങനെ ആക്കേണ്ടി വരും. എന്താ ഡേ ഇൻ മൈ ലൈഫിനെ ആക്കാൻ ഗൈസ്. തിന്നലോ അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അതും വലിയ സംഭവങ്ങളൊന്നും തിന്നലില്ല. ഞാൻ അലർജിയുള്ള സംഭവങ്ങളൊക്കെ തിന്നലുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയപ്പോൾ നമ്മൾ രാവിലെ വെച്ചിട്ടുണ്ടായ സെയിം സംഭവം തന്നെ കഴിക്കണത്. ചീര ഉണ്ടായിട്ടെ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ മറന്നു പോയാണ്. അടുത്തതായിട്ട് നമുക്ക് മെയിൻ സംഭവത്തിലോട്ട് കിടക്കാം. മൊമോസ് ഉണ്ടാക്കല്ലോ. അതും സോയാബീൻ്റെ മൊമോസ് കേട്ടോ. അതിൻ്റെ ഞാൻ പോയി കുളിച്ച് തലയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കി മുടിയൊക്കെ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ അതിന് നമുക്ക് പുഴുങ്ങിയെടുക്കാം. എനിക്ക് കൂടുതൽ ഇഷ്ടം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മൊമോസ് ഇല്ലേ, ഞാൻ ആ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ പറ്റിയ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ സോയാബീൻ കൂടെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിന് തന്നെ സോയാബീൻ പുഴുങ്ങിയിട്ട് അതിനുള്ള ജസ്റ്റ് ഈ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാളിടുക. എന്നിട്ട് ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അതൊന്ന് എന്താ പറയുക പൊടി മാതിരിയായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് നടിച്ചെടുക്കാതെ ഇങ്ങനത്തെ പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഓണാക്കിയിട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക കേട്ടോ. ഇത് കൂടിപ്പോയാൽ അതിൻ്റെ ഒരു വൃത്തിയോടെ ടേസ്റ്റ് ഉണ്ടാവും. സോ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കണ സംവിധാനം സോയാബീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പലവരും ഇങ്ങനെ കറി മാതിരി ഉണ്ടാക്കിയിട്ട് ഫില്ലിംഗ് ആയിട്ട് വെക്കണേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കറി മാതിരി
ഇതൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ജസ്റ്റ് ഇത് കുറച്ചൊന്ന് മുരിച്ച് മാത്രം എടുക്കണുണ്ടായുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് വേറെ സാധനങ്ങൾ ഇട്ട് കൊടുക്കണ്ടായി. ഐ മീൻ ഇങ്ങനെ വറ്റൽമുളക് പൊടിച്ചതും പിന്നെ കുരുമുളകൊക്കെ ഞാൻ കുറച്ചിട്ട് കൊടുക്കണ്ടായുള്ളൂ. കാണാൻ പറ്റുന്നതായിരിക്കും, ഞാൻ വളരെ കുറച്ച് ഇടുന്നുള്ളൂ. അതിങ്ങനെ ഈ ഒരു എരിവൊന്നും വേണ്ട, കുറച്ച് അടിപൊളിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കറി മാതിരിയൊക്കെ ആക്കി എടുക്കാം, ഇങ്ങനെ സവാള മുളകൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പക്ഷെ എനിക്കങ്ങനെ ആ സവാള ഒന്നും ഇങ്ങനെ മുരിച്ചതിൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് സ്റ്റവ് ഓഫ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ച വെന്ത പുഴുങ്ങിയ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിനാണ് എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എന്തായാലും ഇതിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം, ഇതിന് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദയാണ് ഞാൻ എടുക്കുന്നത്. മൈദയും കൂടെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ മുന്നേ ഗോതമ്പ് പൊടിയും കൂടെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ ഉണ്ടായില്ല, ഓയിൽ ഇപ്പോൾ ഉണ്ടായില്ല, അതുകൊണ്ട് ജസ്റ്റ് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരുമിച്ച് എല്ലാ വെള്ളം കൂടി ഒഴിക്കരുത്, ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് മിക്സാക്കി എടുക്കാം. അങ്ങനെയല്ല പൊതുവേ ഇങ്ങനെ വലിയ ഫുഡ് വ്ളോഗേഴ്സ് അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ പറയാറ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ എന്താ പ്രത്യേകത എനിക്ക് അറിയില്ല, എന്തായാലും അങ്ങനെ ചെയ്തെടുക്കണത്. പിന്നെ നിങ്ങൾക്ക് ഐ മീൻ ഇങ്ങനെ ചപ്പാത്തി പലകൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ പരത്തിയെടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാതിരി ചെയ്യാം. എനിക്കിങ്ങനെ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് ഞാൻ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ കുപ്പിയും എടുക്കും. പ്ലാസ്റ്റിക് ആയാലും മതി, സംഭവം കുപ്പിയുടെ സൈഡ് ഫ്ലാറ്റ് ആയാൽ മാത്രം മതി. വേറെ സീനൊന്നുമില്ല ഏത് കുപ്പി എടുക്കണമെന്നും. അതിൽ ജസ്റ്റ് കുറച്ച് മൈദയും കൂടി തൂവി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൈദയുടെ മാവ് ജസ്റ്റ് ഒരു ബോൾ മാതിരി എടുത്തിട്ട് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക, പറ്റുമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അതായത് കുറച്ചിങ്ങനെ പരത്തിയെടുത്തിട്ട് ഏതെങ്കിലും റൗണ്ട് വായുള്ള എന്തെങ്കിലും സാധനം എടുക്കുക. അടപ്പോ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുത്തിട്ട് ഫില്ലിങ് വെച്ചെടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. എനിക്ക് ഫോൾഡ് ചെയ്യാൻ മര്യാദക്ക് അറിയില്ല, അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ ചെയ്തേക്കണ ഫോൾഡ് അത്രക്കും വലിയ രസമൊന്നുള്ളതല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കൽ ഭയങ്കര ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. കുറേ നേരം പിടിക്കും, വേണമെങ്കിൽ ഒരു 1/2-3 മണിക്കൂർ പിടിക്കും ഇതിങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആക്കി എടുത്തിട്ടുണ്ട്, നല്ല വേർത്ത് കുളിക്കും കേട്ടോ. അപ്പോൾ കൈസ് അതിന് ശേഷം ഞാനിവിടെ ഒരു ഇഡ്ഡലിത്തട്ട എടുത്തിട്ടുള്ള അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും അതിൽ ഇത് നമ്മുടെ മൊമോസൊക്കെ വെച്ച് കൊടുത്ത് അടച്ച് കുക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സ്റ്റീമാ ബോയിൽ എന്താ ചെയ്യുക, ആ സംവിധാനം മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തോ ചെയ്യണം, നമ്മളിങ്ങനെ സ്റ്റവ് ഓൺ ആക്കി വെച്ച് അടച്ച് വെച്ചാൽ മതി, അത്ര ഉള്ള സംവിധാനം, വേറൊന്നും ഞാൻ പറയാനുള്ള. അങ്ങനെ ഞാൻ വേർത്ത് കുളിച്ച് അത് ജസ്റ്റ് കാണിച്ചു തന്നെ കേട്ടോ. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല, അത് കാണില്ല. അപ്പോൾ അവിടെ മൊമോസും കാര്യങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊളിക്കണൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ചിക്കൻ വെച്ച മാതിരി ഉണ്ടല്ലേ, ശരിക്കും സോയാബീനാണ് എനിക്ക് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ വലിയ തോന്നണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഒരു ആവറേജ് ആയിരുന്നു, വലിയ വമ്പൻ ടേസ്റ്റ് ആണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന സാധനമില്ല, അതെനിക്ക് വമ്പൻ ടേസ്റ്റ് തന്നെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ എത്ര വേണമെങ്കിൽ തിന്നോളത്. അപ്പോൾ എന്തായാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഹോർലിക്സ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇനി എന്തായാലും സ്കിൻ കെയറിലോട്ട് പോകാം. കുറേ നേരമല്ല തിന്നണം മാത്രം കാണിക്കണത്. അപ്പോൾ കുറച്ച് സ്കിൻ കെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് തന്നെ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുടിയൊക്കെ പിന്നി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ പോയി ഉണ്ടാക്കാമെന്ന് വെച്ചത് അടുക്കളയിൽ പോയി ചെന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഈ മമ്മാരത്തിൻ്റെ ഉപ്ടാൻ ഫേസ് മാസ്ക് ഇരിപ്പുണ്ട്, നമ്മുടെ സ്പിൻഡണിൽ നിന്ന് മേടിച്ചതേ. അപ്പോൾ അത് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അധികം യൂസ് ഒന്നും ചെയ്യാറുള്ളത്, കൂടുതലും വല്ല കാലില്ല അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാറ്. മുഖത്തുള്ള കുറവാണ്, എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് കൂടുതലും വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫേസ് പാക്ക് ഇടാനായിട്ട് ഇഷ്ടം. പക്ഷെ ഒന്നും ഉണ്ടായില്ല പറ്റിയത്, അതുകൊണ്ടാണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും പറ്റുന്ന സാധനമാണ്. ഇത് ഡെർമറ്റോളജിസ്റ്റ് തന്നിട്ടുണ്ടായ സംഭവമാണ്. ഈ മുഖക്കുരുവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ മുന്നേ എൻ്റെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ നല്ലപോലെ കുരുണ്ടായ മുഖമാണ്, ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് കുരു എൻ്റെ സ്ഥലത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല യൂസ്ഫുൾ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്കിൻ കെയർ ഇത്രയുള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ ആയിരുന്നു. കാരണം വേറെ ഒലിച്ചു പോകും, അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഇടാത്തത്. അതുകൊണ്ടാട്ടോ, വെറുതെ ഇട്ടിട്ട് എന്തിനാ വെറുതെ ഒലിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഫുഡ് ഇതായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ കഴിച്ച് ഇത് പിറ്റേ ദിവസമായിട്ട് ഇന്നലത്തെ ഡേ മൈ ലൈഫിൻ്റെ ബാക്കി ഔട്ട്ഡോർ തരാമെന്ന് പറഞ്ഞ് ഞാൻ വന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ മാതിരി ഇതൊരു വാട്ടേറ്റിനിടെ മാതിരി ആയിപ്പോയോ എന്നൊരു ചെറിയൊരു സംശയം എനിക്കുണ്ട്, ചെറിയൊരു സംശയം. എന്ത് ചെയ്യാനാ കഴിച്ച് എനിക്ക് വേറൊരു പണി ഉണ്ടായില്ല, ചുമ്മാ ഇങ്ങനെ ഫോൺ കുത്തിരിക്കലായിരുന്നു. പിന്നെ എന്തെങ്കിലും കാണിക്കണമെന്നും പറഞ്ഞിട്ട് മൊമോസ് ഉണ്ടാക്കാൻ ജസ്റ്റ് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഇവരിങ്ങനെ ഡേ മൈ ലൈഫ് ചെയ്യാനാണ് പറയണത്. പക്ഷേ എനിക്ക് ഡേ മൈ ലൈഫ് വെക്കേഷൻ ആയിട്ട്
പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. സ്കൂൾ ടൈം ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ കാണിക്കാമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് കൂടുതൽ എന്നത് എന്താണ് ഹോം ടൂറ്, പിന്നെ സ്റ്റഡി റിലേറ്റഡ് സംവിധാനങ്ങളൊക്കെ. ഹോം ടൂറ് എൻ്റെ പുത്തൻ ആൾക്കാർ, എൻ്റെ പുത്തൻ മെമ്പേഴ്സൊക്കെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു ഞാൻ മുന്നേ ഓൾറെഡി ഒരു ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെ റൂമൊക്കെ എല്ലാ റൂം കാണിച്ചൊക്കെ പോകുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് റൂമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടോ, കൊടുത്തിട്ട് ഓൾഡ് വീഡിയോ ആണ്, ചള്ളി വീഡിയോ ആണ്, ഭയങ്കര കോമഡി കേട്ടോ. എന്നാലും അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അലമ്പാവുന്നുണ്ട്. കുറേ പ്രാവശ്യം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണം. പിന്നെ എന്നതാണ് സ്റ്റഡി റിലേറ്റഡ് വീഡിയോസ്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ സ്റ്റഡി റിലേറ്റഡ് വീഡിയോസ് എന്ത് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമാണ്. അതുകൊണ്ട് എനിക്കറിയില്ല എന്തൊക്കെ ചെയ്യണം. കുറേ ടിപ്സും ട്രിക്സൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അപ്പോൾ എന്തെങ്കിലും എനിക്ക് അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. പിന്നെ +2 കഴിഞ്ഞാലുള്ള പ്ലാൻ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതും സത്യം പറയാൻ എനിക്കറിയില്ല. എന്താ പഠിക്കേണ്ടത്, എന്തെടുത്താൽ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് കൂടുതലും ഇങ്ങനെ ബ്യൂട്ടി ഫാഷൻ ഫീൽഡാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നാണ് എനിക്കൊരിത്. പക്ഷെ എന്ത് പഠിക്കണമെന്ന് എനിക്ക് ഇന്നേരം അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കണേണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ എന്നും പറഞ്ഞത് ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ഇട്ട് പറയാവുന്നതാണ്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആവട്ടെ, 18 ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടോളൂ. വേണ്ടി ചെയ്യാൻ ഒരുപാട് ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് കാണാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.